കാസർഗോഡ് നീർച്ചാലിൽ ബീഡിയും സോഡയും കടം കൊടുക്കാത്തതിന് കടയ്ക്ക് തീയിട്ടു. കന്യാപ്പാടിയിലെ ലാൻസർ ഡിസൂസയുടെ കടയ്ക്കാണ് തീയിട്ടത്. തലപ്പനാജെ സ്വദേശി സന്തോഷാണ് തീയിട്ടത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സരീഷ് ചേരുകയാണ്. സരീഷ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആളുകൾ വലിയ തോതിൽ അക്രമാസക്തരാകുന്ന സംഭവങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഈ കേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? പ്രതിയെ പിടികൂടിയിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെ? ഓരോ ആളുടെയും മാനസികാവസ്ഥ എന്താണ്, അതോടൊപ്പം തന്നെ എത്രത്തോളം വൈകാരികമായാണ് ഓരോ ആളുകളും പെരുമാറുന്നത് എന്ന് കൂടി തെളിയിക്കുന്നതാണ് ഈ കാസർഗോഡ് നിന്നുള്ള ഈ സംഭവം. ഇന്നലെ രാത്രിയാണ് ഈ സംഭവത്തിനാസ്പദമായ കാര്യങ്ങൾ നടക്കുന്നത്. രാത്രി ഈ ലാൻസറിൻ്റെ തന്നെ മറ്റൊരു കടയിൽ ഇയാൾ എത്തുന്നു, ഈ പ്രതി എത്തുന്നു. അവിടെ നിന്നും സിഗരറ്റും അതോടൊപ്പം തന്നെ സോഡയും കടമായി ആവശ്യപ്പെടുന്നു. പക്ഷേ കടം നൽകാനാവില്ല എന്ന് ലാൻസർ ഇദ്ദേഹത്തോട് പറയുന്നു. തൊട്ടു പിന്നാലെയാണ് ആ കടയിൽ നിന്ന്, ഈ ബേക്കറിയിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗോഡൗണിന് തീയിടുന്നൊരു സാഹചര്യമുണ്ടായത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ തീയിട്ട കടയാണ്. ഈ തീ കത്തുന്നത് കണ്ട് ഉടൻ തന്നെ നാട്ടുകാർ ഇദ്ദേഹത്തെ വിവരമറിയിക്കുകയും ഉടൻ തന്നെ ഇടപെട്ട് ഷട്ടർ തുറന്ന് തീ അണയ്ക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് വലിയൊരു അഗ്നിബാധ ഒഴിവായത്. കാരണം ഇതിനകത്ത് കൂടുതലായി ഡെക്കറേഷൻസ് ഉപയോഗിക്കുന്ന സിൽക്ക് തുണികളും അതോടൊപ്പം തന്നെ മറ്റ് ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ളവയുണ്ട്, മൈക്ക് സെറ്റുകൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു അഗ്നിബാധയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് ആളുകൾ ഇത് കാണുകയും ഇടപെടുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് വലിയൊരു തീപിടുത്തം ഒഴിവായത്. നമ്മളോടിപ്പോൾ കട ഉടമ തന്നെ ചേരുകയാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? എന്താ ഇന്ന് രാത്രി സംഭവം തന്നെ? ഫസ്റ്റ് സിഗരറ്റ് ചോദിച്ചു, പിന്നെ സോഡ ചോദിച്ചു, കട തരുവാന്ന് ചോദിച്ചു. അപ്പോൾ കട തീറില്ലാന്ന് പറഞ്ഞു. അപ്പം തന്നെ ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ അയാൾ ഇങ്ങോട്ട് വന്ന് തീ കൊടുത്തത് നമുക്ക് വേറെ അറിയിച്ചു. അപ്പോൾ നമ്മൾ വന്നിട്ട് തീ ഇതാക്കി എടുത്ത്. ഈ എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടായിരുന്നോ? എന്താ നിങ്ങൾ അങ്ങനെ കടം കൊടുക്കില്ല എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? ശരി, കട തന്നെ നമ്മളെ ഷോപ്പിൽ കട നമ്മൾ കൊടുക്കില്ല. സ്ഥിരമായിട്ട് അറിയുന്ന ആൾ തന്നെയാണ്. അറിയാം, ടൈറ്റ് ഫുള്ള് ഇതായിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള്. പിന്നെ ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ അയാൾ എടുത്ത് സംഭവം ഇത് നടന്നു. ഇവിടെ തീയിടുകയായിരുന്നു. പറഞ്ഞതുപോലെ അവിടെ നിന്നും സോഡയും ഒപ്പം തന്നെ സിഗരറ്റും കടമായി ചോദിക്കുന്നു. അത് തരില്ല എന്ന് കട ഉടമ പറയുന്നു. തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത്, അതായത് അറിയുന്ന ആളാണ്, ഈ നാട്ടുകാരനായ പ്രതി തന്നെയാണ്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നു. അതിനുശേഷം ഈ കടയ്ക്ക് തീയിടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ കടയ്ക്ക് തീയിട്ടതിന് ശേഷം പ്രതിയെ കണ്ടിരുന്നോ? എന്താ പ്രതിയെ കണ്ടിരുന്നു. പോലീസ് സാർ വന്നു, ബദിയർഗ സ്റ്റേഷൻ സാർ വന്നിട്ടാകുമ്പോൾ പട്ടാജ റൂട്ടിലൊരു കാട്ടിലുണ്ടായി കണ്ടിട്ടാകുമ്പോൾ പായിപ്പിച്ചാകുമ്പോൾ പിടിച്ചിട്ട് കിട്ടിയിട്ട പിന്നെ പോയിട്ട് നമ്മൾ കേസ് എൻട്രി ചെയ്തു. ഇപ്പോഴും ആൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. അറിയുന്ന ആൾ തന്നെയാണ്, നാട്ടിലുണ്ടാകുന്ന ആൾ തന്നെയാണ്. നാട്ടിലുണ്ടാകുന്ന ആൾ തന്നെ. ഈ ബിൽഡിംഗ് അടുക്ക് അയാൾ തന്നെ കെട്ടിയതല്ല, അയാൾ തന്നെ പണിയെടുത്ത ബിൽഡിംഗ് ആണല്ല. ബിൽഡിംഗ് ഉടമസ്ഥ പറഞ്ഞു. അങ്ങനെ മുമ്പ് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇയാളായിട്ടുണ്ടായിരുന്നു? ഇല്ല, നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് അറിയാതെ വലിയ ടച്ച് ഒന്നുമില്ല. അറിയുന്ന ആൾ തന്നെ. ഇന്നലെ മദ്യപിച്ചെത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലേ? കാറിൽ വന്നതാണ് ഇന്നലെ. അവിടെ കാറൊന്ന് റിവേഴ്സ് എടുക്കുമ്പോൾ തന്നെ 2 പുള്ളർ ബാക്കിലുണ്ടായി. അവിടെ മുട്ടാണ്ട്, അവിടെ തന്നെ ടൗണിലുണ്ട്. ഇപ്പോഴും പ്രതിയെ കിട്ടിയിട്ടില്ല? ഇല്ല, കിട്ടിയിട്ടില്ല. ഇത്രയും അതിക്രമമൊക്കെ കാണിച്ച മനുഷ്യനെ പിടികിട്ടിയില്ല എന്നുള്ളതാണ്, ഇതുവരെയും പിടികൂടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സരീഷ് പി കെ ആണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.